ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ വീക്കിലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ആഴ്ചയായ 30 മാർച്ച് 2021 മുതൽ 1 ഏപ്രിൽ 2021 വരെയുള്ള ആഴ്ചയിൽ വാല്യൂ ബൈയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൂടി തരുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി അനാലിസിസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. വരുന്ന ആഴ്ച സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി തരാൻ കേപ്പബിലിറ്റിയുള്ള ഒരു സ്റ്റോക്കാണ് JSW എനർജി എന്ന സ്റ്റോക്ക്. JSW എനർജി എന്ന സ്റ്റോക്ക് വാല്യൂഷൻ പാരാമീറ്ററിനകത്താണെങ്കിൽ കൂടിയും ഈ സ്റ്റോക്കിനെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പകരം ഈ സ്റ്റോക്കിനെ പ്യുവർലി ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഈ സ്റ്റോക്കിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാം. സ്റ്റോക്കിൻ്റെ 1 ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു പോൾ ആൻഡ് ഫ്ലാഗ് ടൈപ്പ് പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഈ പോൾ ആൻഡ് ഫ്ലാഗ് ടൈപ്പ് പാറ്റേണിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വോളിയം ബൈയിങ് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ വോളിയം അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 1 കോടിയോളം ഷെയറുകൾ ട്രേഡഡ് ആയതിൽ ഏകദേശം 48 ലക്ഷത്തോളം ഷെയറുകൾ ഡെലിവറി ആയിട്ടുണ്ട്. അതായത് ഹെവി വോളിയം ബൈയിങ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ സ്റ്റോക്കിൻ്റെ 1 അവർ ചാർട്ട് പാറ്റേൺ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു ഡിസെൻഡിങ് ട്രയാങ്കുലർ ടൈപ്പ് ചാർട്ട് പാറ്റേണും ഫോളോഡ് ബൈ ബ്രേക്കൗട്ടും കാണാൻ സാധിച്ചു. അതായത് ഈ സ്റ്റോക്കിൽ ഒരു മൾട്ടി ഇയർ ബ്രേക്കൗട്ട് സംഭവിക്കുന്നതിന് ആവശ്യമായ ഒരു ഇൻഡിക്കേഷൻസ് എല്ലാ ആംഗിളിൽ നിന്നും കിട്ടുന്നുണ്ട്. അതായത് ഈ സ്റ്റോക്കിൻ്റെ ലോങ് ടൈം ചാർട്ട് പാറ്റേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ 95 മുതൽ 96 വരെയുള്ള റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ ഒരു ഹെവി റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പോഴത്തെ കറണ്ട് സീനറിയോയിൽ നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ ലെവൽസ് ആൻഡ് ടാർഗറ്റ് മനസ്സിലാക്കാം. അതായത് ഈ സ്റ്റോക്ക് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസായ 87 റേഞ്ചിൽ അല്ലെങ്കിൽ 84 വരെയുള്ള റേഞ്ചിൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ 93 ഫസ്റ്റ് ടാർഗറ്റായിട്ടും അതിനുശേഷം 98 സെക്കൻഡ് ടാർഗറ്റായിട്ടും 106 108 സബ്സിക്വൻറ്റ് ടാർഗറ്റായിട്ടും സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലെ സ്റ്റോപ്പ് ലോസ് നോക്കുകയാണെങ്കിൽ 80 ആണ് ഈ ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഈ സ്റ്റോക്ക് എന്തുകൊണ്ടാണ് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ നോട്ട് സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാക്കാം. അതായത് മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 14,374 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മാൾ ക്യാപ്പ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 17.89 സ്റ്റോക്കിൻ്റെ വാല്യൂഷനും സെക്ടറിൻ്റെ വാല്യൂഷൻ 18.11 അതായത് വിത്തിൻ വാല്യൂഷൻ റേഞ്ചാണ്. ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 1.14% ഡിവിഡൻഡ് ഈൽഡ്. വോളിയം ഡെലിവറിയെക്കുറിച്ച് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മന്ത്ലി വോളിയം ഡെലിവറി നോക്കുകയാണെങ്കിൽ 1 കോടി ഷെയറുകളിൽ ഏകദേശം 27 ലക്ഷം ഷെയറുകളായിരുന്നു മന്ത്ലി ഡെലിവറി വരുന്നത്. അതായത് 26% ആയിരുന്നു മന്ത്ലി ഡെലിവറി. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ അത് 42% എന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇനി സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 1 വീക്കിൽ ഈ സ്റ്റോക്കിൽ 3% മൊമെൻറ്റം, 1 മന്തിൽ ഈ സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ 87 എന്ന് പറയുന്ന റേഞ്ചിൽ ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ 86 87 എന്ന റേഞ്ച് 1 മന്തിലെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ റീജിയനിൽ ഈ സ്റ്റോക്ക് ഒരുപാട് പ്രാവശ്യം വന്ന് കൂൾ ഓഫ് ആവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 1 മന്തിലെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 21.57% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് തന്നത്. 1 ഇയറിലെ പെർഫോമൻസിൽ 89% റിട്ടേണും 3 ഇയറിലെ പെർഫോമൻസിൽ 19% റിട്ടേണുമാണ് തന്നത്. അതായത് ലോങ് ടൈമിൽ ഈ സ്റ്റോക്ക് അത്ര നന്നായി പെർഫോം ചെയ്ത ഒരു സ്റ്റോക്ക് അല്ല എന്ന് മനസ്സിലാക്കാം. കൂടാതെ സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി അനാലിസിസ് നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്ക് നെറ്റ് സെയിൽസിൽ 17% ഡിക്ലൈനും പ്രോഫിറ്റിൽ 64% ഡിക്ലൈനുമാണ് കാണാൻ സാധിച്ചത്. അതുകൂടാതെ സ്റ്റോക്കിൻ്റെ പ്ലഡ്ജിങ് ഡേറ്റ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഏകദേശം 35 to 40% സ്റ്റേക്കുകൾ പ്ലഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ഈ പാരാമീറ്റേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അത്ര നല്ല സ്റ്റോക്കല്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ അത്ര നല്ല സ്റ്റോക്കല്ല എന്ന് പറഞ്ഞത്. കറണ്ട് മാർക്കറ്റ് സീനറിയോയിൽ വാല്യൂ ബൈയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു സ്റ്റോക്കാണ് ഹീറോ മോട്ടോർ കോർപ്പ്. ഓട്ടോമൊബൈൽസ് സെക്ടറിലെ സ്ട്രോങ് ഫണ്ടമെൻറ്റൽസ് ഉള്ള ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് വാല്യൂ ബൈയിങ് പോയിൻ്റ് ഓഫ് വ്യൂ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ ബിയറിഷ് ട്രെൻഡിലാണ്. അതായത് സ്റ്റോക്കിൻ്റെ 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ ഈ സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ സോൺ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് സോണാണ്. ഇനി സ്റ്റോക്കിൻ്റെ
ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ അതായത് RSI ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 25 റേഞ്ചാണ്. അതായത് സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലാണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മണി ഫ്ലോ ഇൻഡെക്സ് ഏകദേശം 11ലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് സ്റ്റോക്ക് ഓവർ സോൾഡ് കാറ്റഗറിയിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കാം. 58,691 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്ക് സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ ഹെവി ബിയറിഷ് ട്രെൻഡ് മൂലം സ്റ്റോക്കിൻ്റെ വാല്യുവേഷനിൽ വളരെ അധികം കറക്ഷൻ വന്നിട്ടുണ്ട്. അതായത് സെക്ടറിൻ്റെ വാല്യുവേഷൻ 20.01 സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ 22.22 ആണെന്ന് മനസ്സിലാക്കാം. അതായത് വാല്യുവേഷൻ ബേസിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു കറക്റ്റ് ടൈമാണ്. സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 3.06 ആണ് സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡ്. അതായത് അക്കുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കൺസിഡറബിൾ ഡിവിഡൻഡ് തരുന്ന കമ്പനിയാണ് ഹീറോ മോട്ടോർ കോർപ്പ്. ഇനി സ്റ്റോക്കിൻ്റെ വോളിയം അനാലിസിസിലേക്ക് വരാം. വോളിയം അനാലിസിസ് നോക്കുകയാണെങ്കിൽ 1 മന്തിൽ ഈ സ്റ്റോക്ക് ആവറേജ് വോളിയം ഡെലിവറി 38%, 1 വീക്കിലെ ആവറേജ് വോളിയം ഡെലിവറി 40%. പക്ഷേ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ വോളിയം ഡെലിവറിയിലും ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. 33.93% വോളിയം ഡെലിവറി. ഇതും സ്റ്റോക്കിൻ്റെ ബിയറിഷ്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 1 മന്തിൽ ഈ സ്റ്റോക്ക് -8.94% റിട്ടേൺ അല്ലെങ്കിൽ 9% കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓട്ടോമൊബൈൽ സെക്ടർ 4% നെഗറ്റീവ് റിട്ടേണും സെൻസെക്സ് ഫ്ലാറ്റ് റെസ്പോൺസുമാണ് നൽകിയത്. 1 വീക്കിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 5.78% കറക്ഷനാണ് സംഭവിച്ചത്. സെക്ടറിൽ -3% നെഗറ്റീവ് റിട്ടേണും സെൻസെക്സിൽ -1.70% നെഗറ്റീവ് റിട്ടേണുമാണ് തന്നത്. 1 ഇയറിൽ ഈ സ്റ്റോക്ക് 62% പോസിറ്റീവ് റിട്ടേണും ഓട്ടോമൊബൈൽ സെക്ടർ 70% പോസിറ്റീവ് റിട്ടേണും സെൻസെക്സ് 63.65% പോസിറ്റീവ് റിട്ടേണുമാണ് തന്നത്. 3 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ -15 നെഗറ്റീവ് റിട്ടേണും ഓട്ടോമൊബൈൽ സെക്ടർ ഫ്ലാറ്റ് റെസ്പോൺസും സെൻസെക്സ് 48% പോസിറ്റീവ് റിട്ടേണുമാണ് തന്നത്. ഇനി സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പരിചയപ്പെടാം. അതായത് വീക്കിലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ ഡിമാൻഡ് സോണിലേക്ക് എത്തിയതായിട്ട് മനസ്സിലാക്കാം. ഡിമാൻഡ് സോണിൽ മുമ്പും ഈ സ്റ്റോക്ക് എത്തിയിരുന്നു. ഈ സമയത്ത് ഏകദേശം 2,850 രൂപ മുതൽ 2,950 രൂപയ്ക്ക് ഇടയിലുള്ള റേഞ്ചിൽ ഈ സ്റ്റോക്ക് നമ്മൾ അക്കുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പൊസിഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി വഴി നമ്മൾക്ക് ഏകദേശം 3,250 മുതൽ 3,400 രൂപ വരെയുള്ള ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൂടി തരുന്ന ഫാർമ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് അബോട്ട് ഇന്ത്യ. 31,936 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഹെവി ബിയറിഷ് ട്രെൻഡ് മൂലം സ്റ്റോക്കിൽ ഒരുപാട് വാല്യുവേഷൻ കറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 1.66% ആണ് സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡ്. സ്റ്റോക്കിൻ്റെ 1 മന്തിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 58.68%, ലാസ്റ്റ് വീക്കിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 55.81%, ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 57.62%. അതായത് കോൺസ്റ്റൻ്റ്ലി ഈ സ്റ്റോക്കിൽ അക്കുമുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ് വോളിയം അനാലിസിസിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 1 വീക്കിൽ ഈ സ്റ്റോക്കിൽ 1.80% പോസിറ്റീവ് റിട്ടേൺ ആണ് തന്നത്. ഫാർമ സെക്ടർ 1.05% പോസിറ്റീവ് റിട്ടേണും സെൻസെക്സിൽ -1.70 നെഗറ്റീവ് റിട്ടേണുമാണ് തന്നത്. 1 മന്തിൽ ഈ സ്റ്റോക്കിൽ 4.44% പോസിറ്റീവ് റിട്ടേൺ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ സ്റ്റോക്ക് കഴിഞ്ഞ 10 മാസത്തോളമുള്ള ബിയറിഷ് ട്രെൻഡിൽ നിന്നും ഇപ്പോൾ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ടാണ് നമ്മൾക്കിതിനെ കണക്കാക്കാവുന്നത്. ഫാർമ സെക്ടർ ഫ്ലാറ്റ് റെസ്പോൺസും സെൻസെക്സ് ഫ്ലാറ്റ് റെസ്പോൺസുമാണ് ലാസ്റ്റ് 1 മന്തിൽ തന്നത്. ഇയർ ടിൽ ഡേറ്റിലെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ അതായത് 1 ജനുവരി 2021 റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 4.6% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. ഫാർമ സെക്ടർ -6.6% നെഗറ്റീവ് റിട്ടേണും സെൻസെക്സ് 2.63% പോസിറ്റീവ് റിട്ടേണുമാണ് തന്നത്. സ്റ്റോക്കിൻ്റെ 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 4.23% പോസിറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. സെക്ടർ 70% പോസിറ്റീവ് റിട്ടേണും സെൻസെക്സ് 63% പോസിറ്റീവ് റിട്ടേണുമാണ് നൽകിയത്. ലോങ് ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതായത് മൾട്ടി ബാഗർ സ്റ്റോക്കാണ്. അതായത് 3 ഇയറിൽ ഈ സ്റ്റോക്ക് 180% പോസിറ്റീവ് റിട്ടേൺ തന്നു. സെക്ടർ 48%, സെൻസെക്സ് 48% പോസിറ്റീവ് റിട്ടേണുമാണ് തന്നത്. ഇനി സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പരിശോധിക്കാം. അതായത് 14,000 രൂപയുടെ സപ്പോർട്ടും 14,500 രൂപയ്ക്കും ഇടയിൽ ഈ സ്റ്റോക്ക് ഒരുപാട് സമയം അക്കുമുലേറ്റ് ചെയ്തായിരുന്നു. ഈ റേഞ്ചിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ചാനൽ മെമ്പേഴ്സിനോട് ആവശ്യപ്പെട്ടതുമാണ്. സ്റ്റോക്ക് ഇപ്പോൾ റീസെൻ്റ്ലി മൊമെൻറ്റം പിക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മൊമെൻറ്റം പിക്ക് ചെയ്ത സാഹചര്യത്തിലും അതായത് 19,000 രൂപയുടെ
വാല്യുവേഷൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 19,000 രൂപ വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ 15,000 രൂപ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആണ്. ഇനി സ്റ്റോക്കിൻ്റെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ, അതായത് 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും തമ്മിലുള്ള ഒരു ക്രോസ് ഓവർ പാറ്റേൺ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റോക്കിൻ്റെ ഒരു പൊസിഷണൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് 14,000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ ബ്രോക്കേഴ്സ് ടാർഗറ്റായിട്ടുള്ള 19,000 രൂപ അല്ലെങ്കിൽ 18,000 രൂപയുടെ റേഞ്ച് പൊസിഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി വഴി നമ്മൾക്ക് ഗെയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിലും അവിടെയും ഒരു മൂവിംഗ് ആവറേജ് ലൈൻസിൻ്റെ ക്രോസ് ഓവർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അതായത് ബുള്ളിഷ് ട്രെൻഡിൻ്റെ ക്ലിയർ കട്ട് ഇൻഡിക്കേഷനായിട്ടാണ് ഇതിനെ നമ്മൾക്ക് കാണാവുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്